ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിരിയാണിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനായിട്ടുള്ള ഈന്തപ്പഴം അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കടുക് പൊട്ടിക്കുക, പിന്നെ വറ്റൽമുളകും കരിവേപ്പിലയും ഉണ്ടെങ്കിൽ അതോട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് എരിവ് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പൊടികളിടുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ വിനാഗിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെയോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു കഷ്ണം ശർക്കരയും കൂടെ. ശർക്കര മസ്റ്റാണ് കേട്ടോ, നിങ്ങൾ അത് ഒഴിവാക്കരുത്. അത് തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യുക, എന്നാലേ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ശർക്കര അലിഞ്ഞ് വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മളുടെ ഈന്തപ്പഴം, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈന്തപ്പഴം നല്ല വെന്ത് ഉടയുന്ന ആ ഒരു സ്റ്റേജിൽ എത്തണം. അത്രയും രീതിയിൽ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഈന്തപ്പഴത്തിൻ്റെ ഒരു കടിക്കുന്ന ഒരു ഇത് വരാൻ പാടില്ല, പകരം അത് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല വെന്ത് ഉടയണം അത്. അപ്പോൾ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഈന്തപ്പഴം നമ്മൾ കുറച്ച് വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ ഈന്തപ്പഴം ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ കുറുകി വന്നാൽ നമ്മൾ ഈന്തപ്പഴം അച്ചാർ റെഡിയായി. ഇപ്പം ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു സ്റ്റേജിൽ തന്നെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതെല്ലാം ലൂസായിട്ടാണ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു.